ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ച ഫോമിൻ്റെ ആട്രിബ്യൂട്ട്സുകളിൽ തുടർന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ആദ്യമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. എൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അതായത് നമുക്ക് ഒരു ഫോമിലൂടെ ഡാറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ അത് URL വഴിയാണ് മാക്സിമം, അതായത് മെജോറിറ്റി വാല്യൂകളും സെൻഡ് ചെയ്യുന്നത്. അത് ഗെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് URL കാണാൻ കഴിയും, എന്നാൽ പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു പേജിൽ നിന്നോ അല്ലെങ്കിൽ സെർവറിലേക്കോ നമ്മൾ ഫോമിൽ നിന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ എത്ര സെക്യൂർ ആയിരിക്കണം, അതല്ലെങ്കിൽ ഏത് ഫോർമാറ്റിൽ നമുക്ക് ആ പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് സെൻഡ് അല്ലെങ്കിൽ സെർവറിലേക്ക് സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ് നമ്മൾ എൻസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നു, അത് ഏതൊക്കെ തരത്തിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻസ്ക്രിപ്ഷൻ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് enctype എന്നാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ 3 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത് ആപ്ലിക്കേഷൻ x-www-form-urlencoded എന്നും, അതേപോലെ multipart /form data എന്നും, മൂന്നാമത് text/plain എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ x-www-form-urlencoded എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഈ ആപ്ലിക്കേഷൻ x-www-form-urlencoded ഈ ഫോമിൻ്റെ ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു എൻസ്ക്രിപ്റ്റ് ടൈപ്പാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുത്തില്ല. അതായത് എൻക്രിപ്റ്റ് ടൈപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഏതാണ്ട് നമ്മൾ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേ മെത്തേഡിലാണ് നമുക്കത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ enctype ആപ്ലിക്കേഷൻ x-www-form-urlencoded എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തു. ഇത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഒരു ഫോമാണ്. എൻ്റർ ഫസ്റ്റ് നെയിം, അതേപോലെ തന്നെ എൻ്റർ സെക്കൻഡ് നെയിം. ഇവിടെ മെത്തേഡ് നമ്മൾ ഗെറ്റ് എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഫോമിലേക്ക് നമുക്ക് കുറച്ച് ഡാറ്റകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു, അതേപോലെ തന്നെ സെക്കൻഡ് നെയിമും ഞാനിവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് URL കാണാൻ കഴിയും. ഫസ്റ്റ് എന്നതിന് ശേഷം ഒരു പേരും സെക്കൻഡ് എന്നതിന് ശേഷം സെക്കൻഡ് നെയിമും. ഓക്കെ, എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഫോമിലേക്ക് ഡാറ്റകൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ, നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ @ അതേപോലെ $, ഇങ്ങനെയുള്ള ഫോർമാറ്റുകളൊക്കെ നമ്മൾ ഒരു ഫോമിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഡാറ്റകളും നമുക്കൊരു പ്രത്യേക ഫോർമാറ്റിലേക്കായിട്ട് ഇതിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്കത് മറ്റൊരു വാല്യൂവിലേക്ക് എൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളൊരു ആപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സെർവറിലേക്ക് ഒരു ഫയലിലെ ഡാറ്റകൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഈ മോഡലിൽ തന്നെയായിരിക്കും നമുക്കത് അപ്ലോഡ് ചെയ്തു വരുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ തന്നെയായിരിക്കും നമുക്കത് അപ്ലോഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അടുത്ത മെത്തേഡ് ഞാനിവിടെ പറയാൻ പോകുന്നു. അടുത്ത മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപാർട്ട് ഫോം ഡാറ്റ എന്നാണ്. അതായത് നമുക്കൊരു ഫയൽ ഇമേജ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞത് നമ്മൾ എന്ത് ഡാറ്റകൾ കൊടുക്കുകയാണെങ്കിലും അതൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ എൻകോഡഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ആസ്കി ക്യാരക്ടേഴ്സിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ക്യാരക്ടേഴ്സിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാതെ നമുക്ക് അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഡാറ്റ നമ്മുടെ സെർവറിലേക്കോ അല്ലെങ്കിൽ മറ്റു പേജിലേക്കോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിപാർട്ട് ഫോം ഡാറ്റ എന്ന ഭാഗം ഉപയോഗിക്കുന്നത്. ഓക്കെ, മൾട്ടിപാർട്ട് /ഫോം ഡാറ്റ എന്ന മെത്തേഡ് അല്ലെങ്കിൽ എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ഫോമിൽ ഒരു ഫയൽ മെത്തേഡ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഫയൽ എന്നതിന് പേര് ചേർത്ത് കൊടുത്തു. ID ഒന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇവിടെ നമുക്ക് പേര് കൊടുത്തു. ഇനി ഇവിടുന്ന് നമുക്കൊരു ഫയൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം.
നമ്മളെ ഫോൾഡറിൽ നിന്നും ഒരു ഇമേജാണ് ഞാൻ ചൂസ് ചെയ്തെടുക്കുന്നത്. ഇനി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇമേജ് അതേ ഡയറക്റ്റ് ഇമേജിലായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്തു വരുന്നത്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന സെക്കൻഡ് ഡാറ്റ നമുക്ക് ഈ രൂപത്തിൽ ഒരു പ്രത്യേക രൂപത്തിലേക്ക് അത് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് പേരാണ്. അതിൽ നമുക്ക് എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻസ്ക്രിപ്റ്റ് ടൈപ്പിലെ രണ്ടാമത്തത് മൾട്ടി പാർട്ട് / ഫോം ഡാറ്റ. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ഉപയോഗിക്കേണ്ടതായി വരുന്നത്. അടുത്ത എൻസ്ക്രിപ്റ്റ് ടൈപ്പാണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ, ടെക്സ്റ്റ് / പ്ലെയിൻ. ഇതിൽ ഒരേ ഒരു മെത്തേഡ് മാത്രമേ നമുക്കിതിൽ ഉപയോഗിക്കുന്നതുള്ളൂ. അതായത് നമ്മളൊരു പേരുകൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ സ്പേസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് പ്ലസ്സിലേക്കായിട്ട്, പ്ലസ് സിമ്പലിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിതൊന്ന് ഫയല് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ലോഡ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് നെയിം കൊടുത്തു. ഇനി ഇവിടെ ഒരു പേര് നമ്മൾ ചേർത്ത് കൊടുത്തു. 2 പേരാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടിൻ്റെയും ഇടയിൽ ഞാനൊരു സ്പേസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലോഡ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് നെയിം 2 പേരിൻ്റെ ഇടയിൽ നമുക്ക് സ്പേസിന് പകരം ഇതുപോലെ ഒരു പ്ലസ് സിമ്പലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ രൂപത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസിന്റെ സ്ഥാനത്ത് ഇതുപോലെ ഒരു പ്ലസ് ആയിരിക്കും വരിക. ബാക്കി എല്ലാ എൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും നമ്മൾ ആസ്കി ക്യാരക്ടേഴ്സിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഉദാഹരണം നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അറ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് സെയിം അതേ മെത്തേഡിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്തു വരുന്നത്. അതിൽ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല. എന്നാൽ സ്പേസിന്റെ സ്ഥാനത്ത് നമുക്കൊരു പ്ലസ് ആയിരിക്കും വരിക. ഇത് പ്രധാനമായിട്ടും HTML5 എന്ന വേർഷൻ മുതലാണ് ഈ മെത്തേഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എൻസ്ക്രിപ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫോം ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ സെർവറിലേക്കോ നമുക്ക് ഡാറ്റാസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അതായത് നമ്മളൊരു ഫോമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ സെർവറിലേക്കോ അല്ലെങ്കിൽ മറ്റു പേജിലേക്കോ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. അത് 3 വിധത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ആപ്ലിക്കേഷൻ /x-www-form-urlencoded എന്ന മെത്തേഡും അതേപോലെ തന്നെ മൾട്ടി പാർട്ട് ഫോം ഡാറ്റ എന്ന മെത്തേഡും അതേപോലെ തന്നെ പ്ലെയിൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റകൾ എൻസ്ക്രിപ്റ്റ് ചെയ്ത് സെർവറിലേക്ക് അല്ലെങ്കിൽ ഫോമിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.